ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി ഉത്സവം വർണ്ണവിസ്മയ കാഴ്ചകളുടെ പൂരമായി. കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെ രാജത്വ തിരുനാൾ ആഘോഷിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലെ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 7:30 സേവന സംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി ഉത്സവം വർണ്ണവിസ്മയ കാഴ്ചകളുടെ പൂരമായി. ചെറുപൂരത്തിന്റെ പകിട്ടോടെയാണ് മേളത്തിന്റെ അകമ്പടിയോടെ 15 ആനകളെ അണിനിരത്തി രാവിലെ ശീവേലി നടന്നത്. പൂരപ്രേമികളുടെ മനം കവർന്ന താളമേളങ്ങളിൽ ആറാടി വൈകിട്ട് നടന്ന കാഴ്ച ശീവേലി വർണ്ണാഭമായി. ഇതോടനുബന്ധിച്ച് നടന്ന കുടമാറ്റം ആസ്വാദകരെ ആനന്ദത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. തൃശൂർ പൂരത്തിന് ഇരുഭാഗങ്ങളിലായി അണിനിരക്കുന്ന ആനകളാണ് കുഴൂരിൽ ഒരേ നിരയിൽ എത്തിയത്. രാവിലെ നടന്ന ശീവേലിക്ക് കുളത്തൂർ അപ്പുക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള നാദസ്വരവും ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളവും അകമ്പടിയായി. കുഴൂർ സ്വാമിനാഥൻ, ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ, പാറമേക്കാവ് ശ്രീപത്മനാഭൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, അമ്പാടിയിൽ വിനോദ്, വലിയപുരയ്ക്കൽ സൂര്യൻ, ഉഷശ്രീ ശങ്കരൻകുട്ടി, കുന്നത്തൂർ രാമു, മുണ്ടയ്ക്കൽ ശ്രീനന്ദൻ, നെല്ലിക്കാട്ടുമന മഹാദേവൻ, മുള്ളത്ത് ഗണപതി, ചുരൂർ മഠം രാജശേഖരൻ, തോട്ടയ്ക്കാട്ട് പാർത്ഥസാരഥി, അമ്പാടിയിൽ കണ്ണൻ, പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ, ദേവസ്വം അച്യുതൻകുട്ടി എന്നീ ആനകളാണ് ഏകാദശി ഉത്സവത്തിന് എത്തിയത്. കാഴ്ച ശീവേലിക്ക് ധ്രുവം മേളം അകമ്പടിയായി. കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെ രാജത്വ തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ദിവ്യബലി നടന്നു. ഫാദർ ടോമി സ്രാമ്പിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് താണിയത്ത് വചനപ്രഘോഷണം നടത്തി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസുതേന്തിമാരും കുടുംബങ്ങളും കാഴ്ച സമർപ്പണം നടത്തി. വൈകിട്ട് ദിവ്യബലി, രൂപമെടുത്തുവെക്കൽ എന്നിവ നടന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലെ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 7:30 സേവന സംഗമം സംഘടിപ്പിച്ചു. കരുണം എന്ന പേരിൽ നടന്ന സേവന സംഗമം TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യകിറ്റും വസ്ത്രവും MLA വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സോണി അധ്യക്ഷത വഹിച്ചു. കുടുംബസഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK ഉണ്ണികൃഷ്ണൻ വിതരണം ചെയ്തു. ഡോക്ടർ ബിജി ജോൺ ജോൺസൺ പ്രഭാഷണം നടത്തി. ഡോക്ടർ G ജയരാജ് ചികിത്സാ സഹായം വിതരണം ചെയ്തു. MJ ജോജി തയ്യൽ യന്ത്രം വിതരണം ചെയ്തു. പോൾ കോനിക്കര, തോംസൺ ജോർജ്, ജോണി ചൂണ്ടൽ, PK സഫിയ, സിനി അനിൽ, CA മണികണ്ഠൻ, VA നദീർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ മാസത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഈ 15 പകരുന്നവർക്ക് പറ്റാവുന്ന തയ്യൽ മെഷീൻ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യാം. പ്രോത്സാഹനം. തൻകുളം ഭാഗവത സത്രത്തിന്റെ കാൽനാട്ട് കർമ്മം നടത്തി. ക്ഷേത്രം മുൻ മേൽശാന്തി മരുതൂർ നാരായണൻ നമ്പൂതിരി കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. മാളവള്ളിപ്പുറത്ത് നിന്ന് ഘോഷയാത്രയായാണ് കൊടിക്കാൽ കൊണ്ടുവന്നത്. PN ജയരാമൻ, പുരുഷോത്തമൻ, അംബിക പരമേശ്വരൻ, KR മുരുകൻ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഈ മാസം 29 മുതൽ ഡിസംബർ 6 വരെയാണ് ഭാഗവത സത്രം നടക്കുന്നത്. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU മാള പ്രോജക്ട് സമ്മേളനം നടത്തി. CITU മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി CR പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. TN ഭാനുമതി, KK പ്രസന്നകുമാരി, ലളിത സുബ്രഹ്മണ്യൻ, TD ഷൈനി, PR സീന തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനട
ക്രിസ്തുരാജ് ദേവാലയത്തിലെ ക്രിസ്തുരാജന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻഡോ പാണാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയിംസ് അതിയുന്തൻ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞു നടന്ന ദിവ്യബലിക്ക് ഫാദർ ജോസ് കൊടിയൻ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച ടൗൺ അമ്പ് ആഘോഷിക്കും. പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഇനി മണ്ഡലകാല വിശേഷങ്ങളുമായി ശരണതീർത്ഥം. അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന എഴുന്നള്ളിപ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പ് നടന്നത്. വിജ്ഞാനദായിനി സഭ ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് അമ്പാവനത്തിൽ നിന്ന് ശോഭയാത്ര നടന്നു. ഇനി ദേശവിളക്ക് അറിയിപ്പുകൾ. വടമ പാണ്ടിപ്പാടം അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് 24-ന് ആഘോഷിക്കും. വെള്ളാങ്കല്ലൂർ തിട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് 25-ന് ആഘോഷിക്കും. വെള്ളാങ്കല്ലൂർ മുടിക്കന്നൂർ നരസിംഹ ക്ഷേത്രത്തിലെ ദേശവിളക്ക് 28-ന് ആഘോഷിക്കും. അണ്ണല്ലൂർ ശ്രീ മണലി ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം 24-ന് ആഘോഷിക്കും. പൊയ്യ അഞ്ചങ്ങാടി ദേശവിളക്ക് മഹോത്സവം 28-ന് ആഘോഷിക്കും. സ്വർണം നിരക്ക്. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2410 രൂപ, പവന് 19,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി ഉത്സവം വർണ്ണവിസ്മയ കാഴ്ചകളുടെ പൂരമായി. കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെ രാജത്വ തിരുനാൾ ആഘോഷിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 7:30 സേവന സംഗമം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.